ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാർ, വിശദമായൊരു പ്രസംഗത്തിന്റെ ഒരു സമയമല്ല. പ്രത്യേകിച്ച് റമദാൻ മാസമായ ഈ ഇഫ്താർ സംഗമം റെഡ് ആർമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വർഷം തോറും സമൂഹ നോമ്പ് തുറ പരിപാടി സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഈ ഇഫ്താറിനോടൊന്നിച്ച് ഇത്തരമൊരു ലഹരി ബോധവൽക്കരണം, ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം നമുക്കറിയാം, കാലങ്ങളായി ലഹരിയും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള മാരകമായ വസ്തുക്കൾ നമ്മുടെ പൊതുസമൂഹത്തിലാകെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളോളമായി ഈ ലഹരിക്കെതിരായി വ്യാപകമായ രീതിയിൽ പോലീസ് സംവിധാനങ്ങളും എക്സൈസ് സംവിധാനങ്ങളും ആരോഗ്യ വകുപ്പും ഉൾപ്പെടെയുള്ള സകല സംവിധാനങ്ങളും ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ടെങ്കിലും അതിന്റെ വ്യാപനവും തീവ്രതയും ഒരു തോതും കുറയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എത്രമാത്രം നമ്മൾ ബോധവന്മാരായി മുന്നോട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരം മാരകമായ ലഹരി ഉപയോഗത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുമ്പോഴും നമുക്കറിയാം, ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കമ്മിറ്റികൾ ഇതിനെതിരായി മുൻകൈയെടുത്ത് മുന്നോട്ട് വരുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നിഴലിലാണ് ഈ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു മാസത്തോളമായി ഈ ലഹരി ഉപയോഗം മൂലം നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന അതിപൈശാചികവും ക്രൂരവുമായ സംഭവ വികാസങ്ങൾ നവമാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഒരു സ്കൂളിൽ പോകുന്ന കുട്ടി പോലും ഈ കാലയളവിൽ ഈ ലഹരിക്ക് അടിമപ്പെടുന്നുണ്ട്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നിത്യജീവിതത്തിൽ ഈ MDMA പോലെയുള്ള, കഞ്ചാവ് പോലെയുള്ള മാരകമായ മയക്കുമരുന്നിന് അടിമപ്പെട്ടാൽ ആ ഒരു കുടുംബം തന്നെ വഴിയാധാരമാകുന്നൊരു സാഹചര്യവും നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. തീവ്രമായ മാനസികമായ അസ്വസ്ഥതകൾക്കിടയിലും ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും നേരിട്ടുകൊണ്ട് ഈ MDMA പോലെയുള്ള, കഞ്ചാവ് പോലെയുള്ള മാരകമായ വസ്തു ഒരു ദിവസം തനിക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ തന്റെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാൻ ലഭ്യമായിട്ടില്ല എങ്കിൽ സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി കുടുംബങ്ങളെയും പൈശാചികമായി ക്രൂരമായി വെട്ടിനുറക്കി കൊല ചെയ്യുന്ന ഒരു സാഹചര്യം ഈ MDMA എന്ന് പറയുന്ന രാസവസ്തുവിന് കഴിയുന്നുണ്ട് എന്നതാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു മാസത്തോളമായി ഇതിനെതിരായിട്ടുള്ള വ്യാപകമായിട്ടുള്ള പ്രതികരണങ്ങൾ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പള്ളി കമ്മിറ്റികൾ, അമ്പല കമ്മിറ്റികൾ, ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, അങ്ങനെ സർവ്വ മേഖലകളിലും ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൃത്യമായ തീരുമാനങ്ങളും നിലപാടുകളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴും അതിനിടയിലൂടെയും വ്യാപകമായിട്ടുള്ള ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ. സ്നേഹം, ബഹുമാനം നിറഞ്ഞ ഇന്നത്തെ ഈ റെഡ് ആർമി സ്പോർട്സ് ക്ലബിന്റെ ഡ്രഗ് വിരുദ്ധ ക്യാമ്പയിന്റെയും അതുപോലെ തന്നെ ഇഫ്താർ മീറ്റിന്റെയും ചടങ്ങിന്റെ അധ്യക്ഷം വഹിക്കുന്ന പ്രിയപ്പെട്ട പുരുഷോത്തമൻ വള്ളൂർ, ഈ പരിപാടിയെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ ബംഗൂരായ പ്രസിഡന്റ് ശ്രീമതി ജയന്തി, വേദിയിലുള്ള ആരിസ്, സത്താർ, അടക്കമുള്ള ചന്ദ്രനായകടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാരെ, ക്ലബിന്റെ ഭാരവാഹികളെ, സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കാലഘട്ടത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു ക്യാമ്പയിനാണ് റെഡ് ആർമി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസങ്ങളിലും ഏറ്റവും ഭയാനകരമായ ഓരോ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേട്ടുകേൾവിയില്ലാതെ നിലക്കാണ് ഈ ഡ്രഗ്സിന്റെ ഓരോ വിപത്തും നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഈ ഒരു വിപത്തിൽ നിന്ന് ദൂരീകരിക്കാൻ വേണ്ടി സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ യുവജന സംഘടനകളൊക്കെയും ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും
നമ്മുടെ എല്ലാ നല്ല നിലക്കുള്ള പ്രവർത്തനം നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തുവാൻ സാധിക്കും. അത് സാധിക്കട്ടെ. കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ട പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഷണിയുമുണ്ട്, ചെയർമാൻ സാക്ഷി പാറൊക്കെ എത്തിയിരിക്കുന്നു. ഞാനൊരു മറ്റൊരു പരിപാടിയിലേക്ക് പോകാനുള്ളത് കൊണ്ടാണ് ഉദ്ഘാടനത്തിന് മുമ്പായി തന്നെ എന്റെ വാക്ക് പറഞ്ഞത്. വളരെ സന്തോഷത്തോടു കൂടെ ഈ പരിപാടിയെ സംബന്ധിച്ച് ഈ ഒരു ക്യാമ്പയിന് ഇതിന്റെ ഒരു തുടക്കം നല്ല നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആശംസിച്ചുകൊണ്ട് ಈ പരിപാടിയിലേക്ക് എല്ലാവിധ ಆಶಂಸೆಗಳನ್ನು നേർന്നുകൊണ്ട് നിർത്തുന്നു. ಜೈ ಹಿಂದ್. ಒಂದೇ ಕುಟುಂಬದ ಜನಕ್ಲೇನು ಇಲ್ಲದ ಏನಕ್ಕೆ ಇರುತ್ತೆ ಆ ರೀತಿಯ ಸಂಭವ ಅದು ನಮ್ಗೆ ಮಾತೆಲ್ಲ ಗೊತ್ತುಂಡು. ಅಂಚನೆ ನಮ್ಮ ಮಾತೆ ಜನಪ್ರತಿನಿಧಿಗಳಾದ ಕೂಡ ಯುವದ ಜನಕ್ಕಳು ನಿಕ್ಕ ಮಾತೆಲ್ಲ ಒಗ್ಗಟ್ಟಾದ ಉಂತನೇ ನಿಕ್ಕ ನಮ್ಮ ವಿರುದ್ಧ ಮನ್ಪೆರ ಸಾಧ್ಯವಾದುಂಡು. ಅಂಚನೆ ತೆಮ್ಮ ಉಲ್ಪ ವಾ ಮೂಲ ಅದ ಕಾರಣ ಉಲ್ಪ ಉಂಡಾಪನ ಮಾತ ನಮ್ಮ ಕಂಡು ಹುಡುಕೋದು ಅಯ್ನ ಮನೆಪ್ಪನ ಕೊಲ್ಲಂದ್ರೆ ಮಾತ ಪನೋಡು ಇಂಚಿನ ದಿಕ್ಕಡಿ ಇಂಚಿನ ಒಂದು ಸಂಭವ ನಡತುಂಡು. ಅಂಚನೆ ನಿಕ್ಕ ಮಾತೆಲ್ಲ ಒಗ್ಗಟ್ಟಾದ ಉಂತದು ಮಾತ ಈ ಮಾದಕ ವ್ಯಸನದ ನಮ್ಮ ಹೋರಾಟ ಮಲ್ಪುಗಾನ ಮಂಡೊಂದು ಈ ನಿತ್ತ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದ ಉದ್ಘಾಟನೆ ಮಂತೆ ಬಂದಿದ್ದು എന്നൊഞ്ച് രണ്ട് വാക്കുകൾ ಅಂತ. ആദരണീയ ഈ പരിപാടിയിലെ അധ്യക്ഷം വഹിക്കുന്ന പ്രിയപ്പെട്ട പുരുഷോത്തം വള്ളൂർ, അതുപോലെ തന്നെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജയന്തി കെ, വേദിയിലുള്ള സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരിസ് പയ്യോടിക്ക്, വിനയ്കുമാർ ബായാർ, ചന്ദ്രനായക്ക്, സത്താർ അടക്കം, രാമേന്ദ്ര മാഷ് അടക്കമുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങൾ, ഈ പവിത്രമായ മുസ്ലിം വിഭാഗത്തിന്റെ റംസാൻ മാസത്തിലെ ഈ ഇഫ്താർ കൂട്ടത്തോടൊന്നിച്ച് മയക്കുമരുന്നിനെതിരായ ഒരു ക്യാമ്പ് കൂടി നടത്തി ഈ പരിപാടി നടത്തുന്നത് വളരെയധികം ശ്ലാഘനീയമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു കൂട്ടായ്മയായിട്ടാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി റെഡ് ആർമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഇതുപോലുള്ള ഇഫ്താർ കൂട്ടങ്ങൾ സംഘടിപ്പിക്കുന്നത്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒരു വിഭാഗത്തെ വർഗീയ ശക്തികൾ ശ്രമിക്കുന്ന ആ സമയത്ത് നമ്മുടെ ഇവിടെ നാം എല്ലാവരും ഇന്ത്യക്കാരാണ്, നാം എല്ലാവരും മനുഷ്യരാണ്, നാം എല്ലാം ഒന്ന് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റെഡ് ആർമിയുടെ ചെറുപ്പക്കാർ സംഘടിപ്പിക്കുമ്പോൾ അത് നമുക്കാകെ ഒരു മാതൃകയാണ്.